ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ഡേ 22 ഓഫ് 30 ഡേയ്സ് ചലഞ്ച്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ദിവസം അമ്മ കാണത്തില്ല എന്നുള്ളത്. അപ്പം ഇന്നത്തെ കുക്കിങ്ങിൻ്റെ ചാർജ് എനിക്കാണ്. അങ്ങനെ രാവിലെ ദോശയൊക്കെ ഉണ്ടാക്കി, ദോശയും സാമ്പാറുമായിരുന്നു രാവിലെ കഴിക്കാനായിട്ട്. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നേരെ ഓഫീസിലോട്ട് പോയി. ഓഫീസിൽ പോകുന്ന എനിക്ക് ആക്ച്വലി ചെറിയ മഴയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കാറിനായിരുന്നു വന്നത്. അങ്ങനെ MLCPയിൽ കൊണ്ട് കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് നടന്ന് ഓഫീസിലോട്ട് വന്നു. എന്നിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് ആക്ച്വലി അത്ര ഹെക്റ്റിക് ആയിട്ടുള്ള വർക്കില്ലായിരുന്നു, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വർക്കായിരുന്നു ഇന്നുണ്ടായിരുന്നത്. അപ്പം കുറച്ച് നേരം വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ താഴെ കഫേയിൽ നിന്ന് പോയി ഫുഡൊക്കെ വാങ്ങിച്ചു. എഗ് ഫ്രൈഡ് റൈസ് ആയിരുന്നു ഞാൻ വാങ്ങിച്ചത്. അപ്പം അങ്ങനെ എഗ് ഫ്രൈഡ് റൈസൊക്കെ കഴിച്ച് സെറ്റായി തിരിച്ച് ബാക്ക് ടു വർക്കിലേക്ക് വന്നു. പിന്നെ ഞാൻ ഇന്ന് രാവിലെ ഉറക്കമെണീറ്റ് 5:30 ഉറക്കമെണീറ്റിട്ട് ഓടാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഓഫീസിൽ ആരും ഉണ്ടായിരുന്നില്ല ഓടാനായിട്ട്. അപ്പോൾ ഞാൻ പകുതി ദൂരം എത്തിയപ്പോഴേ അറിഞ്ഞത് ഇന്ന് ആരും ഇല്ലയെന്ന്. പിന്നെ ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് അതിനുശേഷമാണ് ബാക്കി ഫുഡൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്നത്തെ ക്ലൈമറ്റ് ഭയങ്കര ഒരു മൂടിക്കിടക്കുന്നൊരു ക്ലൈമറ്റ്. ഇങ്ങനെ പുറത്തോട്ട് നോക്കുമ്പോൾ ഒരു മഞ്ഞ് മൂടിക്കിടക്കുന്ന പോലെ തോന്നുന്ന ടൈപ്പ് ഓഫ് ക്ലൈമറ്റ് ആയിരുന്നു. എല്ലായിടത്തും ഇങ്ങനെയായിരുന്നോ എന്നറിയില്ല. ഞങ്ങളുടെ ഓഫീസിൻ്റെ ആ ഏരിയയിലൊക്കെ അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആയിരുന്നു. അങ്ങനെ ഓഫീസിൽ നിന്ന് തിരിച്ച് വീടെത്തി ചായയൊക്കെ കുടിച്ചിട്ട് നേരെ രാവിലെ ഓടാൻ പറ്റാത്തതിൽ വൈകിട്ട് ഓടാൻ പോയി. ഒരു 3 കിലോമീറ്ററൊക്കെ ഓടുകയും നടക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അത് കംപ്ലീറ്റ് ആക്കി തിരിച്ച് വീടെത്തി. അച്ഛനും അവനും എനിക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി. അമ്മൂമ്മയ്ക്കുള്ള ഫുഡ് അച്ഛൻ ഓൾറെഡി ഉണ്ടാക്കി കൊടുത്തു. ഞാൻ ഓടാൻ പോയ സമയത്ത് അച്ഛൻ അമ്മൂമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുത്ത് അമ്മൂമ്മ നേരത്തെ കിടന്നുറങ്ങി. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഇന്നത്തെ ഡേ കംപ്ലീറ്റ് ആക്കി. അപ്പോൾ ചാച്ചാ ബൈ, ഗുഡ് നൈറ്റ്.